രണ്ട് ലോകങ്ങളിലും ചെറിയപ്പെടുമാറാകട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സുവിശേഷ പഠനത്തിൻ്റെ 55-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 21 വരെയുള്ള വാക്യങ്ങളാണ് നാം ചിന്തയ്ക്ക് ആസ്പദമായി എടുത്തത്. ഇന്ന് ദൈവം അനുവദിക്കുന്ന പക്ഷം 22-ാം വാക്യം മുതൽ 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വരെയുള്ളതായ ഭാഗങ്ങൾ കേന്ദ്രീകൃതമായിട്ട് ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി 22-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്, ഇവയ്ക്ക് ശേഷം യേശുവും ശിഷ്യന്മാരും യഹൂദിയ ദേശത്തേക്ക് വന്നു. അപ്പോൾ ഇവയ്ക്ക് ശേഷം എന്ന് പറയുന്നത് അതിനു മുമ്പ് നടന്ന സംഭവങ്ങളാണ്. അതായത് നിക്കോദീമോസുമായിട്ടുള്ള സംഭാഷണം യെരുശലേമിൽ വെച്ച് നടന്ന ആ കാര്യങ്ങൾക്കൊക്കെ ശേഷം യഹൂദിയയിലേക്ക് കർത്താവ് വരികയാണ്. യഹൂദിയയിലെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കർത്താവ് വന്ന് അവിടെ ഒരു ഉൾപ്രദേശമായിരുന്നു. അവിടെ മാമോദീസ നൽകുവാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെയും ഉള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ 23-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുന്നുണ്ട്. യോഹന്നാനും ചോലീമിനടുത്ത് ഇനിയോനിൽ സ്നാനം നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ഇനിയോൻ എന്ന ഒരു സ്ഥലം വേദപുസ്തകത്തിൽ അധികം ഉപയോഗിക്കപ്പെടുകയോ വ്യാഖ്യാതാക്കൾക്ക് വളരെ തിരിച്ചറിയാൻ സാധിക്കുകയോ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമല്ല അത്. ഉൾനാടൻ യഹൂദിയ പ്രദേശത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മതിയാകും. ഈ വാക്കിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ പേരിൻ്റെ അർത്ഥം ഉറവകൾ എന്നാണ്. അവിടെ 7 ഉറവകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ധാരാളം വെള്ളം അവിടെ ലഭ്യമായിരുന്നു. പിന്നെ യെരുശലേമിൽ നിന്നും, അതായത് പട്ടണത്തിൽ നിന്നും, ഗലീലായിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നൊക്കെ ധാരാളമായിട്ട് ആളുകൾ വന്ന് അവിടെ മാമോദീസ, മാനസാന്തരത്തിൻ്റെ മാമോദീസ യോഹന്നാനിൽ നിന്ന് ഏറ്റ ഒരു സ്ഥലമാണ് എന്ന് ആ ഭാഗത്തെക്കുറിച്ച് പറയാം. ഇനിയും ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അവിടെ ധാരാളം വെള്ളമുണ്ടായിരുന്നു. ജനങ്ങൾ വന്ന് സ്നാനമേറ്റിരുന്നു. എന്നാൽ അതുവരെ യോഹന്നാൻ തടവിലായിരുന്നിട്ടില്ല. ഇവിടെ മറ്റ് സുവിശേഷകന്മാരിൽ നിന്ന് വ്യത്യാസമായി യോഹന്നാൻ ഒരു കൃത്യമായ വിശദീകരണം നൽകുന്നുണ്ട്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയും യോഹന്നാന്റെ ശുശ്രൂഷയും ഒരേ സമയം ഏകദേശം 1 കൊല്ലക്കാലത്തോളം ഒന്നിച്ച് കൊണ്ടുപോയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന ഇവിടെ ലഭ്യമാകുന്നുണ്ട്. ഇനിയും അടുത്തതായിട്ട് നമ്മൾ 25-ാമത്തെ വാക്യം തൊട്ട് കാണുന്നത്, യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ഒരുവനും ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെക്കുറിച്ച് തർക്കമുണ്ടായി. അതായത് ഈ മുഴുകലിൻ്റെ മാമോദീസായെ സംബന്ധിച്ച് ആയിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം. ഇതിലെ പ്രതിപാദ്യ വിഷയം യോഹന്നാന്റെ മാമോദീസായാണോ, കർത്താവ് ശിഷ്യന്മാർ വഴി നൽകിയതായ മാമോദീസായാണോ? അവിടെ മാമോദീസായെ കുറിച്ച് ഈ അധ്യായത്തിൽ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അടുത്ത അധ്യായത്തിലെ 3-ാം വാക്യം വരെയുള്ള കാര്യങ്ങൾ കൂടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ കൂടെ ചേർത്തത്. അത് നമുക്ക് നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി സ്നാനത്തെ സംബന്ധിച്ച്
കർത്താവ് സ്നാനം നടത്തിയോ അതോ ആരാണ് യോഹന്നാൻ മാന്റെ മാമോദീസ അല്ലാതെ മറ്റു മാമോദീസ നടത്തിയത് ആരാണെന്ന് അവിടെ പറയുന്നുണ്ട്. താൻ വളരെയേറെ ശിഷ്യന്മാരെ ചേർത്ത് യോഹന്നാനേക്കാളും അധികമായി സ്നാനപ്പെടുത്തുന്നുണ്ടെന്ന് പരീശന്മാർ കേട്ടു. 4:1. എന്നാൽ യേശു അറിഞ്ഞ് പരീശന്മാർ കേട്ടു എന്ന് യേശു അറിഞ്ഞു. എന്നാൽ യേശു അല്ല സ്നാനപ്പെടുത്തിയിരുന്നത്, പിന്നെയോ തൻ്റെ ശിഷ്യന്മാരത്രേ. താൻ യഹൂദിയ വിട്ട് വീണ്ടും ഗലീലായ്ക്ക് പോകുന്നു. അപ്പോൾ അവിടെ കർത്താവിൻ്റെ ശിഷ്യന്മാർ വഴി കർത്താവ് മാമോദീസ നടത്തി. യോഹന്നാന്റെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. യോഹന്നാന്റെ മാമോദീസയിലൂടെ ശിഷ്യന്മാരെക്കാൾ ആയതിനെ കൂടുതൽ ആളുകൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ വഴി നടത്തിയ മാമോദീസായിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ടാണ് ഈ തർക്കമുണ്ടാകുന്നത്. ഒരു യോഹന്നാന്റെ ശിഷ്യൻ അവർക്കൊരു സംശയമാണ് തോന്നുന്നത്, ഇതെന്താണ് ഇങ്ങനെ? തങ്ങളുടെ ഗുരുവിനേക്കാൾ കൂടുതൽ മാമോദീസ നടത്താനും അത് കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ വരികയും ചെയ്യുമ്പോൾ തങ്ങളുടെ ഗുരുവിനേക്കാൾ വലിയ ഒരാളാണ് എന്നും ഏതാണ് വലിയത് എന്നുള്ളതായ ഒരു തർക്കവുമാണ് നമുക്കവിടെ 25-ാം വാക്യത്തിൽ കാണുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഈ ശിഷ്യൻ ഈ വിഷയവുമായി യോഹന്നാന്റെ സമീപത്തേക്ക് പോകുന്നത്. യോഹന്നാനെ സമീപിച്ചപ്പോഴാണ് യോഹന്നാൻ തൻ്റെ പ്രതികരണങ്ങൾ വളരെ കൃത്യമായി എല്ലാവർക്കും ബോധ്യമാകത്തക്കവണ്ണം വ്യക്തമാക്കുന്നത്. ഇനി നമുക്കിവിടെ അതേ സംബന്ധിച്ചുള്ളതായ കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ അടുക്കൽ വന്ന 26-ാം വാക്യം, റാബാൻ, അത് നമുക്ക് ഇതിനു മുമ്പ് പല പ്രാവശ്യം കണ്ടതാണ്, എൻ്റെ ഗുരു. ഞങ്ങളുടെ ഗുരു എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ. അങ്ങ് ആരെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞോ അങ്ങയോടുകൂടി യോർദാൻ കടവിലുണ്ടായിരുന്ന അദ്ദേഹവും സ്നാനപ്പെടുത്തുന്നുണ്ട്. അനേകർ അദ്ദേഹത്തിൻ്റെ അരിക്കൽ വരുന്നുമുണ്ട്. ഇത് യോഹന്നാന്റെ ശിഷ്യൻ പറയുകയാണ്. 27-ാം വാക്യം, യോഹന്നാൻ മറുപടിയായിട്ട് പറയുകയാണ്. അപ്പോൾ ഈ ശിഷ്യന്റെ എല്ലാ വലിപ്പ ചെറുപ്പത്തെക്കുറിച്ചുള്ള സംശയവും അസന്നിഗ്ധമായിട്ട് നീക്കം ചെയ്യുന്ന കാര്യങ്ങളാണ് തുടർന്ന് വരുന്ന യോഹന്നാന്റെ പ്രസ്താവനയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്നുള്ളത് നാം മനസ്സിലാക്കുക. സ്വർഗത്തിൽ നിന്ന് ഒരുവന് നൽകപ്പെട്ടുവെങ്കിൽ അല്ലാതെ മനുഷ്യന് സ്വയമായി ഒന്നും സ്വീകരിപ്പാൻ സാധ്യമല്ല. അപ്പോൾ യേശുവിന് ഈ അധികാരം നൽകിയത് സ്വർഗത്തിൽ നിന്നാണ് എന്ന് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. ഞാൻ മിശിഹ അല്ലെന്നും പ്രത്യുത അവന് മുമ്പായി അയക്കപ്പെട്ടവനാണെന്നും ഞാൻ പറഞ്ഞതിന് നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. അതായത് യോഹന്നാൻ വളരെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു, വരാനുള്ളവൻ ഞാനല്ല, അവൻ്റെ മുന്നോടിയായിട്ടാണ് ഞാൻ വരുന്നത്, അവൻ്റെ വഴിയൊരുക്കുവാനായിട്ട് വന്നവനാണ് എന്നുള്ളതായ ഉപദേശം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാർക്ക് നേരത്തെ തന്നിരിക്കുകയാണ്. ഇനി യോഹന്നാൻ മാബ്ദോനോ ഒരു ഉദാഹരണമാണ് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ യേശുതമ്പുരാനും യോഹന്നാൻ സ്നാപകനുമായിട്ടുള്ള ബന്ധം എന്ന് വ്യക്തമാക്കുന്ന ഭാഗമാണ് അടുത്ത 2-3 വാക്യങ്ങളിൽ നാം കാണുന്നത്. അവിടെ ഒരു ഉപമ ഉപയോഗിക്കുന്നുണ്ട്. മണവാളന്റെയും മണവാട്ടിയുടെയും ഉപമ. മണവാട്ടി സഭ, മണവാളൻ ക്രിസ്തു. ഇത് യോഹന്നാൻ വ്യക്തമാക്കുന്നത് ഈ വാക്യങ്ങളിലൂടെയാണ്. മണവാട്ടി ഉള്ളവൻ മണവാളനാകും,
അവനെ ശ്രദ്ധിച്ച് കേട്ട് നിൽക്കുന്ന മണവാളന്റെ സ്നേഹിതരെയോ മണവാളന്റെ സ്വരം നിമിത്തം വളരെയേറെ സന്തോഷിക്കുന്നു. അപ്പോൾ ഇവിടെ യോഹന്നാൻ സ്നാപകൻ സ്വയം പ്രഖ്യാപിക്കുന്നത് ആ മണവാളന്റെ സുഹൃത്താണ്, സ്നേഹിതനാണ് താനെന്നാണ്. പഴയ കാലത്തെ വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം മണവാളന്റെ സ്നേഹിതന്മാരുടെ ചുമതലയാണ് മണവാട്ടിയെ മണവാളന്റെ അരികിലേക്ക് കൊണ്ടുവരുന്നത്. വിവാഹ സംബന്ധമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യേണ്ടത് മണവാളന്റെ സുഹൃത്തുക്കളുടെ ചുമതലയാണ്, സ്നേഹിതന്റെയാണ്. അതുകൊണ്ട് ഈ മണവാളന്റെ സ്വരം കേൾക്കുമ്പോൾ വളരെയേറെ സന്തോഷിക്കുന്നു, സ്നേഹിതന്മാർ വളരെയേറെ സന്തോഷിക്കുന്നു. ആകയാൽ എൻ്റെ സന്തോഷം ഇതാ പൂർണ്ണമായിരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ തൻ്റെ റോൾ എന്താണ് എന്ന് അവിടെ കൃത്യമായിട്ട് പറയുകയാണ്. താൻ മണവാളനായ ക്രിസ്തുവിൻ്റെ സ്നേഹിതനാണ്. നമുക്ക് പരിചിതമായ മുൻ പരാമർശനങ്ങളെ ആസ്പദമാക്കി പറഞ്ഞാൽ യോഹന്നാൻ സ്നാപകൻ കർത്താവിൻ്റെ മുന്നോടിയാണ്, കർത്താവിന് വഴിയൊരുക്കുന്നവനാണ്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയെ ആരംഭിച്ചതിൽ വളരെ സന്തോഷവാനാണ് താൻ. അപ്പോൾ മാമോദീസായെക്കുറിച്ചുള്ള തൻ്റെ ശിഷ്യന്റെ സംശയത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ വിശദീകരണങ്ങളാണ് ഇവിടെ നൽകുന്നത്. ഇനിയും 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇതാ എൻ്റെ സന്തോഷം പൂർണ്ണമായിരിക്കുന്നു. തുടർന്ന് വരുന്നു, അദ്ദേഹം വളരേണ്ടിയിരിക്കുന്നു, ഞാൻ കുറയേണ്ടിയും ഇരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ കർത്താവിനെ കുറിച്ച് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു വാക്യമാണിത്. അതായത് കർത്താവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ സന്തോഷിച്ചിരിക്കുന്നു, സന്തോഷം പൂർണ്ണമായിരിക്കുന്നു, ഇനിയും വളരേണ്ടത് അവനാണ്, ഞാൻ കുറയേണ്ടിയിരിക്കുന്നു എന്നാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ഇനിയും അതിൻ്റെ കാരണം പറയുന്നുണ്ട്. എന്തെന്നാൽ വളരെ പ്രധാനപ്പെട്ട കർത്താവിൻ്റെ ദൈവപുത്രൻ അല്ലെങ്കിൽ കർത്താവ് ദൈവം തന്നെ എന്നുള്ളതിനെ കുറിച്ചുള്ള യോഹന്നാന്റെ സാക്ഷ്യങ്ങളാണ് ഇനിയും വരുന്നത്. എന്തെന്നാൽ ഉയരത്തിൽ നിന്ന് വന്നവൻ എല്ലാവരിലും ഉപരിയായിരിക്കുന്നു. അതായത് പ്രവാചകന്മാരോ പ്രവാചക പ്രമുഖന്മാരോ പഴയ നിയമ പിതാക്കന്മാരോ ഇങ്ങനെ ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. അത് കഴിഞ്ഞാൽ പിന്നെ മോശ, അഹ്റോൻ, പിന്നെ ദീർഘദർശിമാരുടെ ഒരു പരമ്പര. അവരെല്ലാവരും ഇങ്ങനെ വലിയവരായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒരു ദീർഘദർശി കൂടിയായ യോഹന്നാൻ സ്നാപകൻ സ്വയം പറയുകയാണ്, എല്ലാവരിലും ഉയരത്തിൽ നിന്ന് വന്നവൻ എല്ലാവരിലും ഉപരിയാകുന്നു. ഇനി തന്നെക്കുറിച്ച് തന്നെ വരുന്ന പരാമർശനം, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകയാൽ ഭൗതികമായത് സംസാരിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് വന്നവൻ എല്ലാവരെക്കാളും മേലാകുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൗത്യം എന്താണ്? കർത്താവ് ആരാണ്? യേശുക്രിസ്തു കാണപ്പെടുന്ന ഒരു വെറും കേവല മനുഷ്യനല്ല, അവൻ സ്വർഗത്തിൽ നിന്ന് വന്നവനും സ്വർഗത്തിൽ സ്വീകാര്യനാകുന്നതും അലൗകിക കാര്യങ്ങളെക്കുറിച്ച്, സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നവനുമാകുന്നു എന്നുള്ള വിശദീകരണം. ഇനിയും 33-ാമത്തെ വാക്യം, അദ്ദേഹത്തിന്റെ സാക്ഷ്യം അംഗീകരിച്ചതാകട്ടെ ദൈവം സത്യവാനാകുന്നു എന്നുള്ളതിനെ മുദ്ര വെച്ചിരിക്കുന്നു. അപ്പോൾ യോഹന്നാൻ കർത്താവ് ആരാണ് എന്നുള്ളതിന് കൃത്യത പറയുകയാണ്.
അതായത് അദ്ദേഹത്തിന്റെ സാക്ഷ്യം അംഗീകരിച്ചവനാകട്ടെ ദൈവം സത്യവാനാകുന്നു എന്നുള്ളതിന് മുദ്ര വെച്ചിരിക്കുന്നു. അപ്പോൾ ഫൈനാലിറ്റിയാണ് യോഹന്നാൻ മാബ്ദോനോ തൻ്റെ ശിഷ്യനോട് പറയുന്നത്. ഇനിയും വീണ്ടും വിശദീകരണങ്ങൾ വരുന്നു. ദൈവം ആരെ അയച്ചുവോ അവൻ ദൈവത്തിന്റെ വചനങ്ങൾ അത്രേ സംസാരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു ദൈവത്തിന്റെ വചനങ്ങളാണ് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ വചനം സംസാരിക്കണമെങ്കിൽ അവൻ ദൈവമായിരിക്കണം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ആ യോഹന്നാന്റെ പ്രാരംഭത്തിലെ ആ എംഫസീസ് വീണ്ടും കർത്താവിനെ കുറിച്ച് തന്റെ ശിഷ്യന്മാരുടെ മുമ്പാകെ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനിയും സർവവും അദ്ദേഹത്തിന്റെ കയ്യിൽ നൽകിയിരിക്കുന്നു. 35-ാം വാക്യം. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഇനി അടുത്ത വലിയ പ്രസ്താവനയാണ് അവിടെ നടത്തുന്നത്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനിൽ ജീവനില്ല, ജീവൻ കാണുകയില്ല. അപ്പോൾ യേശു ക്രിസ്തു ദൈവവും ജീവൻ നൽകുന്നവനുമാണ് എന്നുള്ള ഏറ്റവും പ്രധാനമേറിയ ആ ഒരു വ്യക്തത മുദ്ര വെച്ച് യോഹന്നാൻ മാബ്ദോനോ ഇവിടെ അവതരിപ്പിക്കുകയാണ്. 35-ാം വാക്യം നമ്മൾ വായിച്ചു കേട്ടതാണ്. സർവവും അദ്ദേഹത്തിന്റെ കൈകളിൽ നൽകിയിരിക്കുന്നു. ഇത് പിന്നീട് നമുക്ക് കർത്താവിന്റെ തന്നെ വചനങ്ങളായിട്ട് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 27-ാമത്തെ വാക്യം. എൻ്റെ പിതാവിനാൽ സർവവും എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്കാണോ വെളിപ്പെടുത്തുവാൻ ഇഷ്ടപ്പെടുന്നത് അവനുമല്ലാതെ ആരും പിതാവിനെയും അറിയുന്നില്ല. പിതാവാം ദൈവവും പുത്രനും തമ്മിലുള്ള ആ ദൈവിക ബന്ധം എന്താണ് എന്നുള്ളതിന് പിതാവും പുത്രനുമായിട്ടുള്ള സാദൃശ്യത്തെ സ്വീകരിച്ചുകൊണ്ട് താൻ തന്നെ ദൈവമായിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള സ്വയം വെളിപ്പെടുത്തൽ മത്തായി ശ്ലീഹായിലൂടെ 11-ാം അധ്യായം 27-ാം വാക്യത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ അതേ സത്യം തന്നെ ഇവിടെ യോഹന്നാൻ മാബ്ദോനോ മറ്റു വാക്കുകളിലൂടെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇവിടെ ആവർത്തിച്ചുപയോഗിക്കുന്ന പിതാവ് പുത്രൻ എന്ന ഈ ബന്ധം, ഇതാണ് ചില വേദവിപരീതികളെ സഭയിൽ 3-ാം നൂറ്റാണ്ടിലും 4-ാം നൂറ്റാണ്ടിലും ഒക്കെ സൃഷ്ടിച്ചത്. പിതാവിനോട് തുല്യനല്ല പുത്രൻ എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതി ഉണ്ടായത് പിതാക്കന്മാർ ഈ പദം ഉപയോഗിച്ചത് കൊണ്ടും ബൈബിളിൽ ഈ പദം വരുന്നത് കൊണ്ടുമാണ്. നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കുന്നത് ഭൗതിക ലൗകിക പിതൃപുത്ര ബന്ധത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ പിതാവ് പുത്രൻ എന്നുള്ളത് സ്ഥാന ന്യായേന പ്രായത്തിന് അനുസരിച്ചൊക്കെ നോക്കുമ്പോൾ പിതാവ് വലിയവനും പുത്രൻ ചെറിയവനുമാണ്. അത് നമ്മുടെ ഈ കാല വംശീയ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ നിത്യനായവൻ, അതായത് നമ്മുടെ ലൗകിക ചിന്തയിൽ പുത്രൻ പിതാവിനേക്കാൾ വർഷങ്ങൾക്ക് ഇളയവനാണ് എന്നുള്ള ചിന്ത പിതാവ് പുത്രൻ എന്നുള്ള ദൈവസങ്കല്പത്തിലേക്ക് നമ്മൾ എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് ഈ കാലഗണനയുടെ വ്യത്യാസം ഉണ്ടാകുന്നത്. എന്നാൽ ദൈവം നിത്യനാകയാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്ന തൃത്വമാകയാൽ
ഈ കാല പരിഗണനയുടെ വ്യത്യാസം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. ഇനിയും അവിടെ ഉപയോഗിക്കുന്നതിൻ്റെ അർത്ഥം അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ അവ്യക്തത മാറും. അതായത് എസൻസിൽ, ദൈവത്വത്തിൻ്റെ സാരാംശത്തിൽ പിതാവും പുത്രനും ഒന്നാണ്, യാതൊരു വ്യത്യാസവുമില്ലാത്തതാണ്, വലിപ്പച്ചെറുപ്പമില്ലാത്തതാണ്. പിതാവും പുത്രനും കാലാതീതനാണ്, ആരംഭമില്ലാത്തവനാണ് എന്നുള്ള അർത്ഥം പശ്ചാത്തലവും മനസ്സിലാക്കുമ്പോൾ പിതാവ് പുത്രൻ എന്നുള്ള ആ പദപ്രയോഗങ്ങളിൽ നാം കാണുന്നത് എസൻസിൽ ഒന്നായിരിക്കുന്നവനെന്നാണ്. അപ്പൊ ഇതിപ്പോ കുറെ കൂടെ ശാസ്ത്രീയമായിട്ട് വളരെ കൃത്യമായിട്ട് തെളിയിക്കപ്പെടുന്ന ഒരു താരതമ്യമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം DNA ടെസ്റ്റിനെ കുറിച്ച്. അതായത് പിതൃത്വത്തെക്കുറിച്ച് ഉള്ളതായ സംശയമുണ്ടായാൽ, തർക്കങ്ങളുണ്ടായാൽ അത് പരിഹരിക്കുന്നത് DNA ടെസ്റ്റിലൂടെയാണ്. അപ്പോൾ അത് അവിതർക്കിതമായിട്ടുള്ള പിതൃത്വ നിർണയ ടെസ്റ്റാണ് DNA ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നമ്മളിവിടെ എടുക്കേണ്ട ആത്മീക ദൈവശാസ്ത്ര അർത്ഥം, പിതാവും പുത്രനും വിഭിന്നരല്ല, അവർ സാരാംശത്തിൽ ഒന്നാണ്. ഇതിനേക്കാൾ അവിഭാജ്യമായ മറ്റൊരു ഉദാഹരണം കണ്ടെത്തുക അസാധ്യമാണ്. അതായത് ദൈവം മനുഷ്യാവതാരം ചെയ്ത് ദൈവപുത്രൻ മനുഷ്യപുത്രനായി ഈ ലോകത്തിൽ നമ്മുടെ കൂടെ ജീവിച്ചപ്പോൾ ആ വ്യത്യാസത്തെ കുറിച്ച് പറയുവാൻ ദൈവം തന്നെയാണ്, അതായത് മറിയാമിന്റെ ഉദരത്തിൽ ജനിച്ച ആ ശിശു ദൈവമാണ് എന്നുള്ളതും, ദൈവം ശരീരമെടുക്കുകയാണ് ചെയ്തത് എന്നുമുള്ളതായ ആ അടിസ്ഥാന വാക്യം, ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ, അതാണ് യേശുവിൻ്റെ പേര്. അപ്പോൾ ഇമ്മാനുവേൽ എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനോടുകൂടെ, മനുഷ്യനാകുന്നു. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യത്തെയാണ് ഇന്ന് യോഹന്നാന്റെ മറുപടികളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിതാവ് പുത്രൻ എന്നുള്ള പദപ്രയോഗം വ്യത്യാസത്തെ അല്ല ചൂണ്ടിക്കാണിക്കുന്നത്, അവിഭാജ്യതയാണ്, അഖണ്ഡതയാണ്, ഏകതയാണ്, എസൻസിൽ ഒന്നായിരിക്കുന്നതിനെ സംബന്ധിച്ചുള്ളതായ വിശദീകരണമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.